അപ്പൊ എനിക്ക് ആർട്ടിക്കിൾ 361 അനുസരിച്ച് പൂർണ്ണമായ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ക്രിമിനൽ കേസും എനിക്കെതിരായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ, അതാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇപ്പൊ ഈ ഒരു ഓർഡർ ഇട്ടിരിക്കുന്നത്. അതായത് രാജ്ഭവനിലെ ഒരു എംപ്ലോയിയും പോലീസുമായിട്ട് സഹകരിക്കാൻ പാടില്ല. അപ്പൊ ഇതിനിടെ ഈ വിക്ടിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവര് FIR ഫയൽ ചെയ്യുകയും, അപ്പൊ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയേ പറ്റൂ. അതായത് വെസ്റ്റ് ബംഗാൾ ഗവർണർ പിടിച്ചിരിക്കുന്ന ഇതേലാണ്. അതായത് യാതൊരു വിധമായ ക്രിമിനൽ കേസുകളും എനിക്കെതിരായിട്ട് നടത്താൻ പാടില്ല, ഇമ്മ്യൂണിറ്റി എന്നാണ് ഇനി പറയുന്നത്. ഗവർണർ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാളെ വെടിവെച്ച് കൊന്നാൽ രാജ്ഭവനിൽ വെച്ച് ഗവർണർക്ക് പറയാമല്ലോ, എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർക്കും എനിക്കെതിരായിട്ടൊരു കേസും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അതാണോ വാസ്തവത്തിൽ 361 കൊണ്ട് ഉദ്ദേശിക്കുന്നത്?